ഏവർക്കും CSEB റാങ്ക് ഹോൾഡറിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് 2007 മുതലുള്ള ചോദ്യപേപ്പറിൻ്റെ വിശകലനമാണ് നമ്മളിവിടെ ചെയ്യുന്നത്. എങ്കിൽ ചോദ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് കോർപ്പറേഷൻ്റെ എല്ലാ ക്ലാസ്സുകൾക്കും വേണ്ടി ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. എങ്കിൽ വീഡിയോയിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം. ഈ ചോദ്യം വരുന്നത് 2010 ദി ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ ഈസ് അറ്റ്. ഉത്തരം കൊച്ചി. ദി ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ ഈസ് അറ്റ് കൊച്ചി. രണ്ടാമത്തെ ചോദ്യം. ഈ ചോദ്യം വരുന്നത് 2017 മാക്സിമം എമൗണ്ട് ഓഫ് ഓഡിറ്റ് ഫീ പേയബിൾ ബൈ എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് റുപ്പീസ്. ഉത്തരം 1 lakh. മാക്സിമം എമൗണ്ട് ഓഫ് ഓഡിറ്റ് ഫീ പേയബിൾ ബൈ എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് റുപ്പീസ് 1 lakh. ഒരു സഹകരണ സൊസൈറ്റി പരമാവധി നൽകേണ്ട ഓഡിറ്റ് ഫീസ് 1 ലക്ഷം രൂപയാണ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഈ ചോദ്യം വരുന്നത് 2020 Setting up of Small Farmers Development Agency was recommended by. ഉത്തരം വെങ്കിട്ടപ്പൈ. Setting up of Small Farmers Development Agency was recommended by വെങ്കിട്ടപ്പൈ. നാലാമത്തെ ചോദ്യം. ഈ ചോദ്യം വരുന്നത് 2009 Better Farming, Better Business and Better Living was the slogan of. ഉത്തരം ഹോറൻസ് പ്ലങ്കറ്റ്. Better Farming, Better Business and Better Living was the slogan of ഹോറൻസ് പ്ലങ്കറ്റ്. മെച്ചപ്പെട്ട കൃഷി, മെച്ചപ്പെട്ട ബിസിനസ്, മെച്ചപ്പെട്ട ജീവിതവുമാണ് മുദ്രാവാക്യം എന്ന് പറഞ്ഞത് ഹോറൻസ് പ്ലങ്കറ്റാണ്. അഞ്ചാമത്തെ ചോദ്യം. ഈ ചോദ്യം വരുന്നത് 2018 ട്രേഡ് ഡെപ്പോസിറ്റ് ഈസ് ആക്സെപ്റ്റഡ് ബൈ ഡാഷ് സൊസൈറ്റീസ്. ഉത്തരം കൺസ്യൂമർ സൊസൈറ്റീസ്. ട്രേഡ് ഡെപ്പോസിറ്റ് ഈസ് ആക്സെപ്റ്റഡ് ബൈ കൺസ്യൂമർ സൊസൈറ്റീസ്. വാണിജ്യ നിക്ഷേപം ഉപഭോക്തൃ സൊസൈറ്റികൾ സ്വീകരിക്കുന്നു. ആറാമത്തെ ചോദ്യം. ഈ ചോദ്യം വരുന്നത് 2008 ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് മെഷീനറി ഈസ് റെക്കോർഡഡ് ഇൻ. ഉത്തരം ജേണൽ പ്രോപ്പർ. ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് മെഷീനറി ഈസ് റെക്കോർഡഡ് ഇൻ ജേണൽ പ്രോപ്പർ. ഏഴാമത്തെ ചോദ്യം. ഈ ചോദ്യം വരുന്നത് 2014 എ ക്ലീൻ ഓഡിറ്റ് റിപ്പോർട്ട് ഈസ്. ഉത്തരം അൻ അൺക്വാളിഫൈഡ് റിപ്പോർട്ട്. എ ക്ലീൻ ഓഡിറ്റ് റിപ്പോർട്ട് ഈസ് ആൻ അൺക്വാളിഫൈഡ് റിപ്പോർട്ട്. എട്ടാമത്തെ ചോദ്യം. ഈ ചോദ്യം വരുന്നത് 2018 റിസർച്ച് എക്സ്പെൻഡിച്ചർ കംസ് അണ്ടർ ഡാഷ്. ഉത്തരം ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. റിസർച്ച് എക്സ്പെൻഡിച്ചർ കംസ് അണ്ടർ ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ഇനി ഒമ്പതാമത്തെ ചോദ്യം. ഈ ചോദ്യം വരുന്നത് 2017 ഓഡിറ്റ് പ്രോഗ്രാം ഈസ് എ റിട്ടൺ ഡാഷ് ഗിവൺ ബൈ ദി ഓഡിറ്റർ. ഉത്തരം സ്കീം. ഓഡിറ്റ് പ്രോഗ്രാം ഈസ് എ റിട്ടൺ സ്കീം ഗിവൺ ബൈ ദി ഓഡിറ്റർ. പത്താമത്തെ ചോദ്യം. ഈ ചോദ്യം വരുന്നത് 2014 ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് ഡാഷ്. ഉത്തരം അസറ്റ്. ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് അസറ്റ്. 11ാമത്തെ ചോദ്യം. ഈ ചോദ്യം വരുന്നത് 2016 കളക്റ്റീവ് ഫാംസ് ഇൻ USSR ആർ നോൺ ആസ്. ഉത്തരം കൊൽക്കോസിസ്. ദി കളക്റ്റീവ് ഫാംസ് ഇൻ USSR ആർ നോൺ ആസ് കൊൽക്കോസസ്. ഇനി 12ാമത്തെ ചോദ്യം. ഈ ചോദ്യം വരുന്നത് 2013 റൂൾ കണക്റ്റഡ് ടു ദി ഐഡൻറ്റിഫിക്കേഷൻ കാർഡ് ഇൻ എ സൊസൈറ്റി. ഉത്തരം റൂൾ 16A. റൂൾ കണക്റ്റഡ് ടു ദി ഐഡൻറ്റിഫിക്കേഷൻ കാർഡ് ഇൻ എ സൊസൈറ്റി റൂൾ 16A. 13ാമത്തെ ചോദ്യം. ഈ ചോദ്യം വരുന്നത് 2007 ഡാഷ് ഈസ് prepared to know the trading results of a business.
ഉത്തരം ട്രേഡിംഗ് അക്കൗണ്ട്. ട്രേഡിംഗ് അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് ടു നോ ദി ട്രേഡിംഗ് റിസൾട്ട്സ് ഓഫ് എ ബിസിനസ്. 14ാമത്തെ ചോദ്യം. F.W. Raiffeisen concentrated his work mainly in the poor farmers in the dash. ഉത്തരം റൂറൽ ഏരിയാസ്. F.W. Raiffeisen concentrated his work mainly the poor farmers in the rural areas. 15ാമത്തെ ചോദ്യം. ഈ ചോദ്യം വരുന്നത് 2008 അറ്റ് ദി ഇൻ്റർനാഷണൽ ലെവൽ ദി ലാർജസ്റ്റ് മെമ്പർഷിപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഈസ് ഇൻ. ഉത്തരം ഇന്ത്യ. അന്താരാഷ്ട്ര തലത്തിൽ ഒരു സഹകരണ സംഘത്തിൻ്റെ ഏറ്റവും വലിയ അംഗത്വം ഇന്ത്യയിലാണ്. ഇനി 16ാമത്തെ ചോദ്യം. എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഹാസ് ബീൻ ഡിഫൈൻഡ് ആസ് ആൻ എക്കണോമിക് ആൻഡ് സോഷ്യൽ ഓർഗനൈസേഷൻ ഓഫ് ദി വർക്കിംഗ് പീപ്പിൾ ബൈ. ഉത്തരം ലെനിൻ. എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഹാസ് ബീൻ ഡിഫൈൻഡ് ആസ് എ എക്കണോമിക് ആൻഡ് സോഷ്യൽ ഓർഗനൈസേഷൻ ഓഫ് ദി വർക്കിംഗ് പീപ്പിൾ. ലെനിൻ. ഒരു സഹകരണ സംഘത്തെ അധ്വാനിക്കുന്ന ജനവിഭാഗത്തിൻ്റെ സാമ്പത്തികവും സാമൂഹികവുമായ സംഘടനയായി നിർവഹിച്ചിരിക്കുന്നത് ലെനിനാണ്. 17ാമത്തെ ചോദ്യം. ഈ ചോദ്യം വരുന്നത് 2019 ഹെർമൻ സ്കൾസ് സ്റ്റാർട്ടഡ് ഫസ്റ്റ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി ഇൻ ദി ഇയർ. ഉത്തരം 1852. ഹെർമൻ സ്കൾസ് സ്റ്റാർട്ടഡ് ഫസ്റ്റ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി ഇൻ ദി ഇയർ 1852. 18ാമത്തെ ചോദ്യം. ഈ ചോദ്യം വരുന്നത് 2020 സബോർഡിനേറ്റ് ട്രെയിനിങ് സെൻറ്റേഴ്സ് ആർ കൺട്രോൾഡ് ബൈ ഡാഷ് ഇൻ കേരള. ഉത്തരം സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ. സബോർഡിനേറ്റ് ട്രെയിനിങ് സെൻറ്റേഴ്സ് ആർ കൺട്രോൾഡ് ബൈ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ഇൻ കേരള. 19ാമത്തെ ചോദ്യം. ഈ ചോദ്യം വരുന്നത് 2013 ചോദ്യം ഇതാ. ദി സ്ട്രക്ചർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ കേരള ആർ. ഉത്തരം 3 ടയർ. ദി സ്ട്രക്ചർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ കേരള ഈസ് 3 ടയർ. 20ാമത്തെ ചോദ്യം. ഈ ചോദ്യം വരുന്നത് 2018 നെയിം ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് ഓപ്പറേറ്റ് ദി മാസ്ക്. നെയിം ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിച്ച് ഓപ്പറേറ്റ് ദി മാസ്ക്. ഉത്തരം KSCB. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കാണ് ഉത്തരം. 21ാമത്തെ ചോദ്യം. ഈ ചോദ്യം വരുന്നത് 2009 വെൻ ഡിഡ് ദി ഫസ്റ്റ് ലാൻഡ് മോർഗേജ് ബാങ്ക് വാസ് എസ്റ്റാബ്ലിഷ്ഡ് അറ്റ് ജംഗ് ഇൻ പഞ്ചാബ്. ഉത്തരം 1920. വെൻ ഡിഡ് ദി ഫസ്റ്റ് ലാൻഡ് മോർഗേജ് ബാങ്ക് വാസ് എസ്റ്റാബ്ലിഷ്ഡ് അറ്റ് ജംഗ് ഇൻ പഞ്ചാബ്. 1920 ഉത്തരം. 22ാമത്തെ ചോദ്യം. ഈ ചോദ്യം വരുന്നത് 2019 ബിൽസ് റിസീവബിൾ ആർ കണക്റ്റഡ് വിത്ത് ഡാഷ് അസറ്റ്സ്. ബിൽസ് റിസീവബിൾ ആർ കണക്റ്റഡ് വിത്ത് കറണ്ട് അസറ്റ്സ്. 23ാമത്തെ ചോദ്യം. ഈ ചോദ്യം വരുന്നത് 2015 ദി സ്റ്റേറ്റ്മെൻറ്റ് സെൻറ്റ് എലോങ് വിത്ത് പർച്ചേസ് റിട്ടേൺ ഈസ് ഡെബിറ്റ് നോട്ട്. ഉത്തരം ഡെബിറ്റ് നോട്ടാണ്. ദി സ്റ്റേറ്റ്മെൻറ്റ് സെൻറ്റ് എലോങ് വിത്ത് പർച്ചേസ് റിട്ടേൺ ഈസ് ഡെബിറ്റ് നോട്ട്. 24ാമത്തെ ചോദ്യം. ഈ ചോദ്യം വരുന്നത് 2020 ഹൂ ആക്ട് ആസ് ദി ട്രസ്റ്റി ഓഫ് ഡിബഞ്ചേഴ്സ് ഫ്ലോട്ടഡ് ബൈ KSCRDB. ഉത്തരം രജിസ്ട്രാർ. ഹൂ ആക്ട് ആസ് ദി ട്രസ്റ്റി ഓഫ് ഡിബഞ്ചേഴ്സ് ഫ്ലോട്ടഡ് ബൈ KSCRDB. രജിസ്ട്രാറാണ് ഉത്തരം. KSCRDBയുടെ ഡിബഞ്ചറുകളുടെ ട്രസ്റ്റിയായി പ്രവർത്തിക്കുന്നത് രജിസ്ട്രാറാണ്. ഇനി 25ാമത്തെ ചോദ്യം. മാക്സിമം അഫിലിയേഷൻ ഫീ. ഉത്തരം 2000. മാക്സിമം അഫിലിയേഷൻ ഫീസ് ഈസ് ₹2000. ഇന്നത്തെ
പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ക്ലാസ് ഇവിടെ പൂർത്തിയാവുകയാണ്. ചാനൽ ഇഷ്ടമായെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന കോഓപ്പറേറ്റീവ് ബാങ്ക് എക്സാമിൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. എല്ലാ വീഡിയോസിനുമായി ഇപ്പോൾ തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, ബെല്ലൈക്കണിൽ കൂടി ക്ലിക്ക് ചെയ്യുക. ഏവർക്കും നന്ദി.